കൊല്ലം കിളികൊല്ലൂരിൽ പൊറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച കേസിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മങ്ങാട് സംഘമുക്കിലെ സെന്റ് ആന്റണി ടീ ഷാളിൽ ആക്രമണം നടന്നത്. പൊറോട്ട തീർന്നെന്ന് പറഞ്ഞിട്ടും 2 യുവാക്കൾ ചേർന്ന് കടയുടമ അമൽകുമാറിനെ ആക്രമിക്കുകയായിരുന്നു. മുഖ്യപ്രതിയായ മങ്ങാട് സ്വദേശി നിഖിലേഷിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. CCTV ദൃശ്യങ്ങളിൽ മർദ്ദനത്തിൻ്റെ ക്രൂരത വ്യക്തമാകും. കടയുടമയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലെ എന്തോ ഒരു ആയുധം വെച്ച് ഈ അമൽ, ഹോട്ടൽ ഉടമ അമലിന്റെ തലയ്ക്കുള്ള അടിയിൽ 2 സ്ഥലത്ത് തലയ്ക്ക് ഈ അവിടെ മുറിവ് പരിക്കേറ്റു. ദേഹമാസകലം അതിന്റെ ക്ഷതവും ഏറ്റിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനമാണ് ഇരുവരടങ്ങുന്ന ഈ സംഘം ഈ അമലിനെതിരെ അഴിച്ചുവിട്ടത്. അതിലിപ്പോൾ ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇനി ഒരാളെ കൂടി കിട്ടാനുണ്ട്. മങ്ങാട് സ്വദേശി നിഖിലേഷിനെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, ഈ പോലീസ് ജീപ്പ് എത്തുമ്പോഴാണ്, ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ പോലീസ് അവിടെ എത്തുന്നു. ആ പോലീസ് ജീപ്പ് എത്തുമ്പോഴാണ് അക്രമികൾ ഓടി രക്ഷപ്പെടുന്നത്. അതും CCTVയിലുണ്ട്. എത്തിയ ഉടൻ തന്നെ ഇവർ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പോലീസിന് ഇവരെ പിടികൂടാനായില്ല. പിന്നീട് പക്ഷെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. ആരാണ് എത്തിയതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് മനസ്സിലാക്കി. ആ സമയം മുതൽ പോലീസ് കാര്യക്ഷമമായി തന്നെ അന്വേഷിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ നിഖിലേഷിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സംഭവം ബന്ധപ്പെട്ട് ഒരു പ്രതി, ഈ നിഖിലേഷിന് കൂടെ ഉണ്ടായിരുന്ന